മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 10 മുതൽ 13 വരെ. സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ 83 സ്കൂളുകളിൽ നിന്നുമായി 4300 വിദ്യാർത്ഥികൾ മട്ടാഞ്ചേരി TD സ്കൂളിലെ 17 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് മീനാരാജ് പള്ളുരുത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കൊച്ചി MLA KJ മാക്സി, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 10 മുതൽ 13 വരെ മട്ടാഞ്ചേരി TD സ്കൂളുകളിൽ നടക്കും. സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ 83 സ്കൂളുകളിൽ നിന്നുള്ള 4300 വിദ്യാർത്ഥികൾ 17 വേദികളിലായി കലാപ്രതിഭ തെളിയിക്കുമെന്ന് പബ്ലിസിറ്റി കൺവീനർ KJ ഔസിഫ്, ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാനും AEOയുമായ N സുധ, ജനറൽ കൺവീനർ R ജയദീപ് ഷേണായി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മട്ടാഞ്ചേരി സ്കൂളുകളിലും തൊട്ടടുത്ത ഗവൺമെന്റ് ഗേൾസ് സ്കൂളുമായിട്ട് നടക്കുകയാണ്. ഏകദേശം 4000-ലധികം കുട്ടികളാണ് ഈ 4 ദിവസങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വന്നിട്ടുണ്ട്. 11 കമ്മിറ്റികളാണ് ഇതിനായിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. കമ്മിറ്റികളൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നവീകരിച്ചിട്ടുള്ള മാനുവൽ പ്രകാരമാണ് ഈ വർഷവും കലോത്സവം നടക്കുന്നത്. പ്രത്യേകിച്ച് ഗോത്രവർഗ കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള മാനുവലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ എല്ലാ ഇനങ്ങളിലും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുട്ടികൾ ഈ വർഷം നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം കൂടി. നവംബർ 10 രാവിലെ 10 മണിക്ക് മട്ടാഞ്ചേരി നെഹ്റു മെമ്മോറിയൽ ടൗൺ ഹാളിൽ നിന്ന് വിവിധ വാദ്യാഘോഷങ്ങളോടുകൂടി സാംസ്കാരിക ഘോഷയാത്രയോടെ കലോത്സവം ആരംഭിക്കും. തുടർന്ന് പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പ്രശസ്ത സിനിമാ താരം മീനാരാജ് പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്യും. MLA KJ മാക്സി, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത അക്ഷത കമ്മത്തിന് കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ സമ്മാനം നൽകും. അറബി കലോത്സവം കൗൺസിലർ KA മനാഫും സംസ്കൃത കലോത്സവം സ്കൂൾ മാനേജർ P അവിനാഷും ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ഏകദേശം 5000 പേർക്ക് ഭക്ഷണ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കലോത്സവം ഭംഗിയായി സംഘടിപ്പിക്കാൻ MLA KJ മാക്സി ചെയർമാനായി ഫിനാൻസ്, റിസപ്ഷൻ, ട്രോഫി, സ്റ്റേജ്, പബ്ലിസിറ്റി, ഫുഡ്, പ്രോഗ്രാം തുടങ്ങിയ 13 ഉപകമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റി കൺവീനർമാരായ MS ആന്റണി, അനില തെരേസ, ബിജു പോൾ, L ശ്രീകുമാർ, S സൗമ്യ, MM മൈക്കിൾ, സുമയ്യ ടീച്ചർ, KS അനിത, PP ജേക്കബ്, കമൽരാജ് എന്നിവർ വിവിധ ചുമതലകൾ വഹിക്കും. ദിവസങ്ങളിലുമായിട്ട് 3548 കുട്ടികളാണ് നമ്മുടെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഒപ്പം അവരുടെ രക്ഷകർത്താക്കൾ, വിവിധ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരും നമ്മുടെ ഈ സ്കൂൾ പരിസരത്തിൽ സ്കൂളുമായിട്ട് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ ദേശത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഉത്സവം. അപ്പോൾ ഇത് ഏറ്റവും വർണ്ണാഭമായ നടത്തുന്നതിന് വേണ്ടി വിവിധങ്ങളായ കമ്മിറ്റികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റികൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നവംബർ 13 കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്യും. കൊച്ചി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ മാനേജർ ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പബ്ലിസിറ്റി കൺവീനർ KJ ഔസിഫ്, AEO N സുധ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജയദീപ് ഷേണായി, കൗൺസിലർ KA മനാഫ്, ആന്റണി MS, L ശ്രീകുമാർ, സുമയ്യ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കൂടിയൊക്കെയാണ് ഈ ആഘോഷം ഞങ്ങൾ ഹൈസ്കൂളുകാരെ വരവേൽക്കുന്നത്. TD സ്ഥാപനങ്ങളെല്ലാം തന്നെ വേദികളുണ്ട്. സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം നമ്മുടെ സ്കൂളുകൾക്ക് നൽകാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് സൗകര്യം ഒരുക്കിത്തരുന്ന ഞങ്ങളുടെ മാനേജ്മെൻറ്റിനോട് ആദ്യം നന്ദി പറയുകയാണ്. കൂടാതെ ഞങ്ങളുടെ ഈ ക്യാമ്പസ് തിരഞ്ഞെടുത്ത, ഒപ്പം ഗേൾസ് ഹൈസ്കൂളുണ്ട്, ക്യാമ്പസ് തിരഞ്ഞെടുത്ത സുധാ മാഡം, ആയിട്ടുള്ള സുധാ മാഡം, മറ്റുള്ള അധ്യാപക പ്രതിനിധികൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ, എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.